ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവവചനം ശ്രദ്ധിക്കുന്ന എൻ്റെ ആത്മീയ സഹോദരങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. നമുക്കെല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ വലിയവനായ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെക്കുറിച്ച് ചില കാര്യങ്ങളിൽ നാം ചിന്തിച്ചു വരികയായിരുന്നുവല്ലോ. സർദീസിലെ സഭ, സർദീസിലെ സഭയിൽ 3 തരം ആളുകളാണുള്ളത്. ഒന്ന്, ആത്മീയമായി ജീവനുള്ളവരും ആത്മീയമായി മരിച്ചവരും. ജീവനുള്ളവന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്നാണ് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ജീവനുള്ള അവസ്ഥയും ആത്മീയമായി മരിച്ചതായ അവസ്ഥയും. രണ്ടാമത്, ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിലുണ്ട്. അധികം പേരൊന്നുമില്ല, വളരെ കുറച്ച് പേർ. അത് ദൈവത്തിൻ്റെ ആത്മാവിന് വലിയ സന്തോഷം തരുന്നതായ ഒരു കാര്യമാണ്. അനേകർ ആത്മീയമായി മരിച്ചു കിടക്കുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ വളരെ കുറച്ച് പേര് ആത്മീയമായ ജീവനിൽ നിൽക്കുന്നവരുണ്ട്. ജീവിത വസ്ത്രത്തിൽ കറ പറ്റരുത് എന്ന് നിർബന്ധമുള്ളവരുമുണ്ട്. അതാണ് രണ്ടാമത്തെ കൂട്ടം ആളുകൾ. 3-ാമത്തെ കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ള കുറേ പേരുണ്ട്, എന്നാൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നാം ശാന്തമായിട്ട് തിരിഞ്ഞു നോക്കണം. എൻ്റെ ജീവിത വസ്ത്രം എങ്ങനെയുണ്ട്? ജീവിത വസ്ത്രത്തിൽ ഒരു കാരണവശാലും ഒരു കറ പറ്റരുത് എന്നുള്ളതായ വളരെ ദൃഢമായ നിശ്ചയത്തോടും നിർണയത്തോടും കൂടിയാണോ നാം ജീവിക്കുന്നത്? യേശുക്രിസ്തു ദുഃഖിക്കുന്നത് ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതിൻ്റെ സംസാരത്തിലാകട്ടെ, എൻ്റെ പെരുമാറ്റത്തിലാകട്ടെ, എൻ്റെ ചിന്തയിലാകട്ടെ, എൻ്റെ പ്രവൃത്തിയിലാകട്ടെ, യാതൊരു കാരണവശാലും എൻ്റെ ജീവിത വസ്ത്രം കറ പറ്റുവാൻ, ചെളി പറ്റുവാൻ, മലിനമാകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? പുറമേ നാം പലതും പറയുന്നുണ്ടായിരിക്കാം, പലതും നാം സംസാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഹൃദയത്തിൽ ആ നിർണയമുണ്ടോ? ഹൃദയത്തിൽ ആ നിർബന്ധമുണ്ടോ? എന്ത് നഷ്ടം സംഭവിച്ചാലും ശരി, എന്ത് ലാഭം കിട്ടിയാലും ശരി, എൻ്റെ ജീവിത വസ്ത്രത്തിൽ ഒരു കറ പറ്റരുത്. യേശുക്രിസ്തു എന്നെ നോക്കി ദുഃഖിക്കരുത്. ആ ഒരു നിർബന്ധം നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ആ ഒരു നിർബന്ധത്തോടെയാണോ നമ്മുടെ ദൈനംദിന ജീവിതം നാം നയിക്കുന്നത്? നമ്മുടെ ഔദ്യോഗിക ജീവിതം നാം നയിക്കുന്നത്? പലരും ചിന്തിക്കും, എൻ്റെ ഈ പ്രായത്തിൽ ഇതൊന്നും സാധ്യമല്ല, എൻ്റെ ഈ സാഹചര്യത്തിൽ എനിക്ക് സാധ്യമല്ല, കാരണം എൻ്റെ സാഹചര്യം ഇതല്ലേ. അനേകർ സാഹചര്യത്തെ കുറ്റം പറയുന്നവരാണ്. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഇങ്ങനെയല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാണ് ജീവിത വസ്ത്രം കറപറ്റാതെ സൂക്ഷിക്കുന്നത്? എൻ്റെ ഭാര്യയുടെ സ്വഭാവം, എൻ്റെ മക്കളുടെ സ്വഭാവം, എന്നെ ഇങ്ങനെയൊരു കുടുംബത്തിലേക്കല്ലേ ദൈവം എന്നെ കെട്ടിച്ചയച്ചത്, എൻ്റെ സാഹചര്യം ഇതല്ലേ. അനേകർ സാഹചര്യങ്ങളെ കുറ്റം പറയുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങളല്ല നമ്മെ പരാജയപ്പെടുത്തുന്നത്. നമുക്ക് മനസ്സുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ അതിനു വേണ്ടിയുള്ള ഒരു ദാഹമുണ്ടോ? യാതൊരു കാരണവശാലും ജീവിത വസ്ത്രം മലിനമാകാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നുള്ള ഒരു നിർബന്ധം നമുക്കുണ്ടെങ്കിൽ അതിന് കൃപ തരുന്നവരായൊരു ദൈവമുണ്ട്. നമുക്കറിയാം, ദാനിയേലിൻ്റെ ജീവിതത്തിലെ ഒരു സമർപ്പണം നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്നൊരു സമർപ്പണമാണ്. ദാനിയേലിൻ്റെ ഒരു തീരുമാനം. ബാബിലോണിയൻ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ ഇസ്രായേലിനെ ആക്രമിച്ച് അവിടെയുള്ളതായ ദൈവജനത്തെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയതായ കാലം. ഒരു 4 യുവാക്കന്മാരും ആ അടിമത്തത്തിൽപ്പെട്ട ബാലന്മാരായി ബാബിലോണിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. അന്ന് ദാനിയേലിന് ഏതാണ്ട് 16 വയസ്സ് പ്രായമേ ഉള്ളൂ. നല്ല യൗവന പ്രായമാണ്. പ്രിയപ്പെട്ടവരെ, ആ ബാബിലോണിൽ ചെന്നപ്പോൾ രാജ്യസേവനത്തിനുള്ളതായ ഒരു സെലക്ഷൻ കിട്ടി ഈ 4 ദൈവമക്കൾക്കും. ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നഗോ, 4 ദൈവമക്കൾ. അവർ വാസ്തവമായി ദൈവത്തെ സ്നേഹിച്ചവരായിരുന്നു. യാതൊരു കാരണവശാലും ജീവിത വസ്ത്രത്തിൽ അഴുക്ക് പറ്റരുതെന്ന്
വളരെ ദൃഢമായൊരു നിർബന്ധമുള്ളവരായിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. എന്താണ് ദാനിയേലിൻ്റെ തീരുമാനം? എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച്. ദാനിയേലിൻ്റെ ഹൃദയത്തിലൊരു നിശ്ചയമാണത്, വെറും വാക്കുകൊണ്ട് പറഞ്ഞതല്ല. ഹൃദയത്തിലൊരു നിശ്ചയമുണ്ട്, ഒരു തീരുമാനമുണ്ട്. എന്താണ്? രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്നതായി വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അവൻ്റെ ഹൃദയത്തിലാണ് തീരുമാനം. എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ദൈവം ദാനിയേലിനെ ഷണ്ഡാധിപന് മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ദൈവം അതിന് ഇടവരുത്തി. പ്രിയപ്പെട്ടവരെ, ഇടവന്നതല്ല, ഇടവരുത്തിയതാണ് ദൈവം. ഇടവന്നതല്ല, ദൈവം ഇടവരുത്തിയതാണ്. ദൈവം അതിന് കൃപ കൊടുത്തതാണ്. പക്ഷെ ദാനിയേലിൻ്റെ ഹൃദയത്തിൽ ഒരു നിശ്ചയമുണ്ടായിരുന്നു. കർത്താവേ, ഇല്ല, ഞാൻ എവിടെയായിരുന്നാലും ശരി, സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും, ഞാനൊരു അടിമയാണെങ്കിലും ശരി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത വസ്ത്രം മുഷിഞ്ഞു പോകാൻ, കറ പറ്റാൻ ഞാൻ സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു നിശ്ചയമുണ്ടോ? ദാനിയേലിനെ പോലെ ഒരു ഹൃദയത്തിലൊരു നിശ്ചയമുണ്ടോ? ആരും എന്നെക്കുറിച്ച് എന്തും പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ഏത് സാഹചര്യത്തിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ യേശുക്രിസ്തു ദുഃഖിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരികയില്ല. സഹോദര, നിനക്കങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിൽക്കാനുള്ള കൃപ സ്വർഗം നിനക്ക് തരും. നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥന കൊണ്ടല്ല, നിന്റെ കഴിഞ്ഞകാല ജീവിതം കൊണ്ടല്ല, ഒന്നുകൊണ്ടുമല്ല. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ദാനിയേലിന് അങ്ങനെ നിൽക്കാൻ ദൈവം ഇടവരുത്തി. ദൈവം ഉള്ളതായ കൃപ കൊടുത്തു. തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. നാമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ തീരുമാനം എടുക്കാമോ? അങ്ങനെ ഒരു നിശ്ചയത്തിലേക്ക് നിങ്ങൾക്ക് വരാമോ? കർത്താവേ, ഇതുവരെയും ഞാൻ കൂട്ടായ്മയിൽ വന്ന് വചനം കേട്ടു, മനസ്സാന്തരത്തിന് അനുഭവമൊക്കെ എനിക്ക് ലഭിച്ചു, എങ്കിലും ജീവിതത്തിൽ മനസ്സറിഞ്ഞ് യേശുക്രിസ്തു ദുഃഖിക്കുന്ന ഒരു പാപം മനസ്സറിഞ്ഞ് വരികയില്ല എന്ന് ഒരു നിശ്ചയം, ഒരു ദൃഢനിശ്ചയം ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ വന്നില്ലല്ലോ കർത്താവേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കുന്നവനാണ് ആത്മീയൻ എന്ന് പറയുന്നത്. അവന് ദൈവത്തിൻ്റെ കൃപ സ്വർഗം അയച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ ദാനിയേലിൻ്റെ 3 സഹോദരന്മാരെങ്ങനെയുണ്ട്? അവരും ദൈവത്തെ സ്നേഹിക്കുന്നവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരും ദൈവത്തിൽ 100% വിശ്വസിച്ചവരായിരുന്നു. ദൈവം ദുഃഖിക്കുന്നത് ഒന്നും വരില്ല എന്നുള്ള നിർബന്ധമുള്ളവരായിരുന്നു ദാനിയേലിൻ്റെ ഈ 3 സ്നേഹിതന്മാരും. ദൈവത്തിന് സ്തോത്രം. ഈ നെബൂഖദ്നേസർ രാജാവ് തന്നെ ബാബിലോണിയായിൽ ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചു. എന്താണ് കൽപ്പന? ദൂരാ സമഭൂമിയിൽ ഒരു വലിയ സ്വർണ്ണ ബിംബമുണ്ടാക്കി. ഈ ബാബിലോണിയിലുള്ള എല്ലാവരും ഈ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കണം. ഇതാണ് രാജാവിൻ്റെ കൽപ്പന. ഈ കൽപ്പന അനുസരിച്ചില്ലെങ്കിലോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ, അവനെ ആ നിമിഷത്തിൽ തന്നെ, ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. ഇതാണ് രാജകൽപ്പന. രാജാവിൻ്റെ കൽപ്പനയാണ്, കൊട്ടാരത്തിൽ നിന്ന് കൽപ്പനയാണ്. ഇതനുസരിക്കാതിരുന്നാൽ എരിയുന്ന തീച്ചൂളയിൽ ആ നിമിഷം തന്നെ ആര് തന്നെ ആയാലും തീച്ചൂളയിൽ ഇട്ടുകളയും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ദൈവമക്കളുടെ തീരുമാനം എന്താണ്? 12-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. 3-ാം അധ്യായം 12-ാം വാക്യം. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരെ നിയമിച്ച ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ദൈവമക്കൾ ജീവനുള്ള ദൈവത്തെ മാത്രമേ നമസ്കരിക്കുകയുള്ളൂ, ആരാധിക്കുകയുള്ളൂ എന്ന് നല്ല തീരുമാനമുള്ള ദൈവമക്കളായിരുന്നു. അവർ ആ സ്വർണ്ണബിംബത്തെ ആരാധിച്ചില്ല, ആ സ്വർണ്ണബിംബത്തിൻ്റെ മുമ്പിൽ വണങ്ങിയില്ല. ഈ വാർത്ത കൊട്ടാരത്തിലെത്തി, രാജാവിൻ്റെ ചെവിയിലെത്തി. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട് പറയുകയാണ്, നെബൂഖദ്നേസറേ. എന്തൊരു ധൈര്യത്തോടാണ് പറയുന്നത്! രാജാവിൻ്റെ മുമ്പിലാണെന്ന് ഓർക്കണം. എരിയുന്ന തീച്ചുളയിലേക്ക് പോകാൻ പോവുകയാണ്. ആ ദൈവമക്കൾ പറയുകയാണ്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. എന്തൊരു വിശ്വാസം, എന്തൊരു ധൈര്യം!
രാജാവിൻ്റെ മുഖത്ത് നോക്കി ഈ അടിമ ബാലന്മാർ പറയുകയാണ്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട് രാജാവേ, ആ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെന്നിരിക്കട്ടെ, എന്താണ് അടുത്ത വാക്യം? അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. ഇനി ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെന്നിരിക്കട്ടെ, ഞങ്ങൾ തീച്ചുള്ളിലേക്ക് എരിയാൻ പോവുകയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല. എന്തൊരു തീരുമാനമാണ് പ്രിയപ്പെട്ടവർ, എന്തൊരു ധൈര്യമാണ് അവർക്ക്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നാം വായിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? രാജാവ് ചക്രവർത്തി അത്ഭുതപ്പെടുകയാണ്. ചക്രവർത്തി അത്ഭുതപ്പെടുകയാണ്. നാം 3 പേരെയല്ലേ തീച്ചുള്ളിൽ ഇട്ടത്, 7 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് തീച്ചൂള. എരിയുന്ന തീച്ചൂളിലേക്ക് നോക്കിയിട്ട് ഈ 3 ബാലന്മാർ പറയുകയാണ്, ഞങ്ങളതിനെ സേവിക്കുകയില്ല. എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? ദൈവം അടങ്ങിയിരുന്നു. ദൈവം അടങ്ങിയിരുന്നു. ദൈവം മഹത്വമെടുത്തു. ദൈവം ജയമെടുത്തു. ജാതീയ രാജാവ് കൽപ്പിക്കുകയാണ്, ഈ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം തന്നെ സാക്ഷാൽ ദൈവം. പ്രിയപ്പെട്ടവരെ, നാം ഈ കുറച്ച് പേർ ജീവിത വസ്ത്രത്തിൽ കറപറ്റാതെ വിശുദ്ധിയോടെ നിന്നാൽ ദൈവനാമം മഹത്വപ്പെടാൻ ഇടയാകും പ്രിയപ്പെട്ടവരെ. ദൈവം ജയിക്കാൻ ഇടയാകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. വേറെ ഒന്നും വേണ്ട. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ യേശുക്രിസ്തു ദുഃഖിക്കാൻ ഇടവരികയില്ല. എൻ്റെ വസ്ത്രത്തിൽ കറപറ്റാൻ ഞാൻ സമ്മതിക്കുകയില്ല. പിശാച് അവകാശം പറയുന്നത് ഒന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കും പ്രിയപ്പെട്ടവരെ. ഇവിടെ നാം എന്താണ് വായിച്ചത്? ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉടുപ്പ് മലിനമാകാതെ നമുക്ക് സൂക്ഷിക്കാം. ഇനി ഉടുപ്പ് മലിനമായി പോയോ? കറ പറ്റിപ്പോയോ? തെറ്റുകൾ സംഭവിച്ചു പോയോ? ചിന്തയിലും ആഗ്രഹത്തിലും മനോഭാവത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും തെറ്റുകൾ സംഭവിച്ചു പോയോ? കഴുകാൻ നമുക്കിന്നൊരു മാർഗമുണ്ട് പ്രിയപ്പെട്ടവരെ. കഴുകിയെടുക്കാം. നമുക്ക് ജീവിത വസ്ത്രം നമുക്ക് അലക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ ഓരോ ദിവസവും അവൻ്റെ സന്നിധിയിലേക്ക് കൂട്ടി വരുത്തുന്നത്. നമ്മെ കഴുകാൻ വേണ്ടിയിട്ടാണ് അവൻ നമ്മെ കൂട്ടി വരുത്തുന്നത്. നമ്മുടെ ജീവിത വസ്ത്രം നാം അലക്കിയെടുക്കണം. എന്നും അലക്കിയെടുക്കണം. കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, ദൈനംദിനം എന്നും നമ്മുടെ ജീവിത വസ്ത്രം നാം അലക്കാറുണ്ടോ? നാം യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കാറുണ്ടോ? നമ്മുടെ ജീവിത വസ്ത്രം നാം ക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുരക്തത്തിൽ നാം കഴുകിയെടുക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കഴുകിയെടുത്താൽ നമുക്ക് ദൈവരാജ്യത്തിലെത്താം. യോഹന്നാൻ ശ്ലീഹ 7-ാം അധ്യായത്തിൽ വലിയൊരു ദർശനം കാണുകയാണ്. 7-ാം അധ്യായം 9-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. ഒരു വലിയൊരു പുരുഷാരം. ആ കൂട്ടത്തിൽ നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, വീണ്ടും വായിച്ച് എന്താണ് അവരുടെ യോഗ്യത? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, എണ്ണിക്കൂടാത്ത പുരുഷാരം അവർ അത്യുച്ചത്തിൽ ആർത്തു പറയുന്നത് എന്താണ്? രക്ഷ എന്നുള്ളത് കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും ദാനമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ദാനമായി ദൈവം തന്ന രക്ഷ അനുഭവിക്കുന്ന ഒരു ദൈവവേദലാണ് ഞാൻ. അതാണ് അവർ ആർത്ത് പാടുന്നത്. രക്ഷ എന്നുള്ളത് സൗജന്യമാണ്. രക്ഷ സൗജന്യമാണ്. അത് ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ നിങ്ങൾ സ്വന്തമാക്കിയോ? സൗജന്യമായി ലഭിക്കുന്ന, ദാനമായി ലഭിക്കുന്ന ഈ രക്ഷ നിങ്ങൾ സ്വന്തമാക്കിയോ? ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവവേദനാണോ? അവന് ഈ ആൾക്കൂട്ടത്തിൽ കൂടാം. അവർക്ക് ഈ എണ്ണിക്കൂടാത്ത പുരുഷാരത്തിൽ നമുക്കും ചേരാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം അതല്ലേ? അതിനു വേണ്ടിയല്ലേ നാം കൂടുന്നത്? വീണ്ടും താഴോട്ട് എന്താണ് നാം വായിക്കുന്നത്? സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമസ്കരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുകയാണ് ഈ വലിയ ആൾക്കൂട്ടം. ഈ വലിയ കൂട്ടം ജനം ദൈവത്തെ ആരാധിക്കുകയാണ്. രക്ഷ എന്നുള്ളത് സൗജന്യമാണ്. ദൈവം ദാനമായി തരുന്നതാണ്. ഈ രക്ഷ അനുഭവിച്ച ദൈവമക്കളാണ് അത് പാടുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിക്കാമോ? മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാൻ ശ്ലീഹയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചത്?
വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവരാരാണ്? ഈ വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന എണ്ണിക്കൂടാത്ത പുരുഷാരമുണ്ടല്ലോ, ഇവരാരാണ് എന്ന് ഒരു മൂപ്പൻ യോഹന്നാൻ ശ്ലീഹയോട് ചോദിക്കുകയാണ്. എവിടെ നിന്ന് വന്നു എന്ന് ഇവരെല്ലാം എവിടെ നിന്നാണ് വന്നത്? യജമാനൻ അറിയുമല്ലോ എന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, യജമാനെ എനിക്കറിയില്ല, പക്ഷെ യജമാനൻ അറിയാമല്ലോ. എനിക്കറിയില്ല എവിടെ നിന്നാണ് ഈ വെള്ള നിലയെങ്കി ധരിച്ചതായ ഈ പുരുഷാരം മുഴുവൻ വന്നിരിക്കുന്നത്. എനിക്കറിയില്ല യജമാനെ. ദൈവത്തിന് സ്തോത്രം. അതിന് മറുപടി എന്താണ്? അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, ഇവർ മഹാകഷ്ടത്തിൽ വന്നവരാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് അവരുടെ യോഗ്യത. ഈ വലിയ പുരുഷാരത്തിന്റെ യോഗ്യത ഏതാണ്? ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ്. അതാണ് അവരുടെ യോഗ്യത. വേറെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയോടെ പറയുന്നില്ല. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അങ്കി ഈ കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി നാം ദൈനംദിനം വെളുപ്പിക്കാറുണ്ടോ? നമ്മുടെ ജീവിത വസ്ത്രം എങ്ങനെയുണ്ട്? ശലോമൻ പറയും, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ എന്ന് ശലോമൻ പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വസ്ത്രം അതിന് നാം ഗൗരവം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ജീവിത വസ്ത്രത്തിൽ ഒരു കറ പറ്റരുതെന്നുള്ളതായ ഒരു നിർബന്ധം നമുക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ദൈനംദിനം ഓരോ ദിവസവും നമ്മുടെ ജീവിത വസ്ത്രം ക്രൂശിൻ്റെ ചുവട്ടിലിരുന്ന് നാം അലക്കി മേടിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് അലക്കി മേടിക്കാം. ഇന്ന് നാം ക്രൂശിൻ്റെ ചുവട്ടിലാണ് കടന്നു വന്നിരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന ക്രൂശിൻ്റെ ചുവട്ടിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നാം വിശ്വാസത്തോടെ ആ ക്രൂശിൻ്റെ ചുവട്ടിലിരുന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നതായ വീഴ്ചകളും പരാജയങ്ങളും തോൽവികളും മണ്ടത്തരങ്ങളെല്ലാം നാം യേശുക്രിസ്തുവിനോട് ഏറ്റുപറയണം. കർത്താവേ, എൻ്റെ സംസാരത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി, ഒരിക്കലും അത് സംഭവിക്കരുതാത്തതായിരുന്നു, പക്ഷേ കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി, കർത്താവേ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകി തരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നാം ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മ കഴുകാൻ യേശുക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പുസ്തകം പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, ഇനി ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, നിങ്ങൾ ആരും നിരാശപ്പെടണ്ട. ഒരു അബദ്ധം സംഭവിച്ചു പോയോ, ഒരു തെറ്റ് സംഭവിച്ചു പോയോ, ജീവിത വസ്ത്രത്തിൽ കറ പറ്റിപ്പോയോ, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഇനി ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യസ്ഥനുണ്ട്, നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, നമുക്ക് വേണ്ടി വാദിക്കാൻ സ്വർഗത്തിലൊരാളുണ്ട്. അവൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. നമുക്കൊരു കാര്യസ്ഥനുണ്ട്, നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. നമ്മുടെ കാര്യം പിതാവായ ദൈവത്തിന് മുമ്പിൽ ബോധിപ്പിക്കാൻ ഒരു അഡ്വക്കേറ്റ് നമുക്കുണ്ട്. നമുക്ക് വേണ്ടി അവൻ വാദിച്ചുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. എന്താണ് നാം വായിച്ചത്? അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഈ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ കാര്യസ്ഥനുണ്ടല്ലോ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടിലേക്ക് ചെന്നാൽ നമ്മുടെ ജീവിത വസ്ത്രം നമുക്ക് അലക്കി മേടിക്കാൻ. പ്രിയപ്പെട്ടവരെ, എന്തൊരു ധൈര്യമാണെന്നോ, എന്തൊരു പ്രത്യാശയാണെന്നോ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടുള്ളതായ ഒരു കഴുകൽ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവ് നമുക്ക് ക്ഷമിച്ചു തരും. അത് മാനസാന്തരപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോൾ കർത്താവ് സകലതും ക്ഷമിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഈ ഉടുപ്പ് മലിനമാകാതെ നാം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായ ചില അനുഗ്രഹങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം അതാണ്. ജീവിത വസ്ത്രം വെണ്മയായി സൂക്ഷിച്ചാൽ അവർ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കുമെന്നാണ് വചനം പറയുന്നത്. ദൈവത്തോട് കൂടെ നമുക്ക് നടക്കാം. നാം വായിച്ചിട്ടുണ്ട്, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, അബ്രഹാം ദൈവത്തോടു കൂടെ നടന്നു, നോഹ ദൈവത്തോടു കൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും കൊതിക്കരുതോ ഈ തലമുറയിൽ എനിക്കും ദൈവത്തോട് കൂടെ നടക്കണം, യേശുക്രിസ്തുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് എനിക്ക് നടക്കണം, അവൻ എൻ്റെ കരത്തിൽ പിടിക്കുന്നത് അനുഭവിച്ചുകൊണ്ട് എനിക്ക് നടക്കണം. പ്രിയപ്പെട്ടവർ, ഈ തലമുറയിൽ നാം ആഗ്രഹിച്ചാൽ കർത്താവ് നമുക്ക് തരില്ലേ? കർത്താവ് നമുക്ക് സാധിപ്പിച്ചു തരില്ലേ? അത് അബ്രഹാമിന് മാത്രമുള്ളതാണോ? നോഹയ്ക്ക് മാത്രമുള്ളതാണോ? ഹാനോക്കിന് മാത്രമുള്ളതാണോ? അല്ല പ്രിയപ്പെട്ടവർ, ഈ തലമുറയിൽ നമുക്കും ദൈവത്തോടുകൂടെ നടക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം വരുന്നുണ്ടോ?
നാം ചിന്തിക്കും, എന്നെ പോലുള്ളവരൊക്കെ അത് സാധിക്കുമോ? എനിക്ക് സൗന്ദര്യമില്ലല്ലോ, വിദ്യാഭ്യാസം കുറവാണല്ലോ, വലിയ കുടുംബ മഹിമയൊന്നും ഇല്ലല്ലോ, ജോലിയില്ലല്ലോ, വരുമാന മാർഗമില്ലല്ലോ, അങ്ങനെയുള്ളതായി എനിക്ക് ഈ തലമുറയിൽ ദൈവത്തിലൂടെ നടക്കാൻ സാധിക്കുമോ? നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ, നമുക്കും സാധിക്കും. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നതായ അനുഭവം നമുക്ക് ലഭിക്കും. അത് ചിലർക്ക് മാത്രം മാറ്റിവെച്ചിരിക്കുന്നൊരു കാര്യമല്ല, നമുക്കും അത് സാധിക്കും. നമുക്ക് ദാഹമുണ്ടോ? നമുക്കതിന് കൊതിയുണ്ടോ? നമ്മുടെ ഹൃദയം അതിനുവേണ്ടി വാഞ്ചിക്കുന്നുണ്ടോ? എനിക്ക് ഈ തലമുറയിൽ, എൻ്റെ ഈ പ്രായത്തിൽ, എൻ്റെ ഈ സാഹചര്യത്തിൽ എനിക്ക് ദൈവത്തോട് നടക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൊതിക്കാം അതിനുവേണ്ടി, നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവേ, ഈ തലമുറയിൽ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു യൗവനക്കാരനായി എനിക്ക് ജീവിക്കണം, ഒരു കുടുംബിനിയായി എനിക്ക് ജീവിക്കണം, ഒരു ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കണം, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കും കൊതിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അവർ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. പിന്നെ എന്താണ്? ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ. പ്രിയപ്പെട്ടവരെ, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിച്ചാൽ നമ്മുടെ പേര് സ്വർഗത്തിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. ജീവിത വസ്ത്രത്തിൽ കറപറ്റുമ്പോഴാണ് പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നത്. നാം ഈ വചനം കേൾക്കുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഒരിക്കൽ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ, നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ, ഒരു വീണ്ടും ജനന അനുഭവത്തിലേക്ക് വന്നപ്പോൾ, നമ്മുടെ എല്ലാം പേര് സൗജന്യമായി സ്വർഗത്തിലെ പുസ്തകത്തിൽ എഴുതി വെച്ചു. ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ എല്ലാം പേര് എഴുതി വെച്ചതാണ്. ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ, എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ, ക്രിസ്തുവിനായി എൻ്റെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ എൻ്റെ നാഥനും എൻ്റെ കർത്താവുമായി വന്നപ്പോൾ, എൻ്റെ പേര് അവൻ സ്വർഗത്തിൽ എഴുതി എന്നുള്ള ഒരു ഉറപ്പ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ സ്വർഗത്തിലൊരു പ്രജയായി ജനിച്ചതാണ്. ഞാനും നിത്യജീവൻ്റെ അവകാശിയായി തീർന്നതാണ്. പ്രിയപ്പെട്ടവരെ, പക്ഷേ നാം ഇനിയുള്ളതായ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിത വസ്ത്രം അഴുക്ക് പറ്റാതെ നാം സൂക്ഷിച്ചില്ല എങ്കിൽ, കറപറ്റാതെ നാം നമ്മെ തന്നെ സൂക്ഷിച്ചില്ല എങ്കിൽ, നമ്മുടെ പേരവിടുന്ന് മാഞ്ഞു പോകും, മാച്ചുകളയും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് രാത്രി ഈ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിക്കേ. കർത്താവേ, എൻ്റെ പേര് നിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ ഒരിക്കൽ എഴുതി ചേർത്തതായിരുന്നു. അതെനിക്ക് അനുഭവമുണ്ട്, അതെനിക്കറിയാവുന്നതാണ് കർത്താവേ. എന്നാൽ ഇന്ന് ആ പേരെവിടെ മാഞ്ഞു പോകാതെ നിൽക്കുന്നുണ്ടോ? അതേത് മാഞ്ഞു പോകാൻ ഇടവന്നോ? അതേത് മായ്ച്ചു കളയേണ്ടതായിട്ട് വന്നോ? പ്രിയപ്പെട്ടവരെ, നാം നമ്മിലേക്കും തിരിഞ്ഞു നോക്കണം. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നാം ഇതിന് അലസനായി കളയരുത്. കർത്താവേ, എൻ്റെ പേര് ഇപ്പോൾ ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ? അതെയോ കർത്താവ് ഇത് മാഞ്ഞു പോയോ? അതെയോ ഇത് മായ്ച്ചു കളഞ്ഞോ? കർത്താവേ, എനിക്കൊരു വീണ്ടെടുപ്പ് ലഭിച്ചപ്പോൾ, ഞാൻ വീണ്ടും എൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ, എനിക്ക് നീ കൃപയാൽ എൻ്റെ പേര് സ്വർഗത്തിലെ പുസ്തകത്തിൽ നിന്ന് എഴുതി ചേർത്തതായിരുന്നു. എന്നാൽ കർത്താവേ, ഞാൻ പിശാചിന് ഇടം കൊടുത്തപ്പോൾ, ഞാൻ കോപിച്ചപ്പോൾ, എൻ്റെ ജീവിതത്തിൽ അനുസരണം കേട് വന്നപ്പോൾ, മത്സര മനോഭാവം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ദൈവവചനത്തെ ഞാൻ നിഷേധിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനെതിരായി ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോയല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പ്രാർത്ഥനാ ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങളെങ്ങലടിച്ച് കരയുക, കർത്താവേ, എൻ്റെ പേര് ഒരു പ്രാവശ്യം കൂടി ഒന്ന് എഴുതി തരാമോ? എൻ്റെ വസ്ത്രം ഒരിക്കൽ കൂടി ഒന്ന് കഴുകി തരാമോ? പ്രിയപ്പെട്ടവരെ, നാം വെറുതെ ഒരു പ്രസംഗം കേൾക്കുകയല്ല. നമ്മുടെ ജീവിത വസ്ത്രം അഴുക്ക് പറ്റാതെ സൂക്ഷിച്ചാൽ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയുകയില്ല എന്ന് മാത്രമല്ല, അടുത്ത വാക്യം എന്താണ്? ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. ജീവപുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേര് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും, അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും, അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്വർഗത്തിലൊരു പ്രസിദ്ധനായി തീരും. എൻ്റെ പേര് സ്വർഗത്തിൽ പരിചയമുള്ളൊരു പേരായി മാറും. എൻ്റെ പേര് സ്വർഗത്തിലെ ദൂതന്മാർ പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. ജീവിത വസ്ത്രത്തിലൊരു കറപറ്റാതെ സൂക്ഷിക്കാൻ ഈ ഭൂമിയിൽ വെച്ചൊരു സാധു മനുഷ്യൻ തീരുമാനമെടുക്കുമ്പോൾ അവന് ലഭിക്കുന്ന സ്വർഗീയ സൗഭാഗ്യം എന്താണ്? ഞാൻ സ്വർഗത്തിൽ അറിയപ്പെട്ടവനായി തീരും. എൻ്റെ പേര് മാലാഖമാർക്ക് പരിചയമാകും. അവരെൻ്റെ പേര് സ്വർഗത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സൗഭാഗ്യം വേണ്ടേ? നമുക്ക് ഈ സൗഭാഗ്യം വേണ്ടേ? നമുക്ക് ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നടക്കണ്ടേ? നിങ്ങളുടെ ഹൃദയം അതിനുവേണ്ടി വാഞ്ചിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം അതിനുവേണ്ടി കൊതിക്കുന്നുണ്ടോ?
നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു നിശ്ചയം, ഒരു തീരുമാനം എടുക്കാൻ പ്രിയപ്പെട്ടവരെ. ഇതുവരെ വന്നതെല്ലാം സംഭവിച്ചു, ഇതുവരെ സംഭവിച്ചതെല്ലാം സംഭവിച്ചു, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എന്നാൽ എന്തെല്ലാം സംഭവിച്ചെങ്കിലും എല്ലാം കഴുകിത്തരുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിൻ്റെ അടുക്കലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ആ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്, ആ രക്തം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആ രക്തം നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ആണിപ്പാടുള്ള കരവുമായി നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. നിങ്ങൾ ആ തിരുരക്തത്തിലേക്ക് നോക്കുക പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ തിരുരക്തത്തിൽ ആശ്രയിക്കുക, നിങ്ങൾ ആ ക്രൂശിലേക്ക് നോക്കുക. കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എല്ലാം കഴുകിത്തരുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആ കുഞ്ഞാടിൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കുമോ? നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന ആ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ തിരുരക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ തിരുരക്തം ഇപ്പോൾ നമ്മളെ കഴുകുന്നതിന് വേണ്ടി നമുക്ക് ആ ക്രൂശിലേക്ക് നോക്കാൻ പ്രിയപ്പെട്ടവരെ. ആ തിരുരക്തം നമ്മളെ കഴുകട്ടെ, ആ തിരുരക്തം നമ്മോട് സംസാരിക്കട്ടെ, ആ തിരുരക്തത്തിൻ്റെ മുദ്ര നമ്മുടെ നെറ്റിമേൽ തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വസ്ത്രവുമായി ക്രൂശിൻ ചൂട്ടിലേക്ക് നമുക്ക് വരാം. കർത്താവേ, നമ്മുടെ വീഴ്ചകളെല്ലാം നമുക്ക് കർത്താവിനോട് പറയാം. കർത്താവെ, അനേക സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിത വസ്ത്രം അഴുക്കായി പോയിട്ടുണ്ട് കർത്താവെ. ഈ ഭൂമിയിൽ ഒരുപക്ഷെ വേറെ ആരും അറിഞ്ഞിട്ടില്ല, ആരും കണ്ടിട്ടില്ല. എന്നാൽ കർത്താവെ, ചില സാഹചര്യങ്ങളിലെല്ലാം എൻ്റെ ജീവിത വസ്ത്രം മുഷിഞ്ഞു പോയി കർത്താവെ, കറ പറ്റിപ്പോയി. ഞാൻ അലക്കിയിട്ട് മാറുന്നില്ല കർത്താവെ. എന്നാൽ ഞാനൊന്ന് വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിപ്പോൾ ക്രൂശിൻ ചൂട്ടിലേക്ക് വരികയാണ്. കറ പറ്റിയ ജീവിത വസ്ത്രവുമായിട്ട് ആരെല്ലാം ക്രൂശിൻ ചൂട്ടിലേക്ക് വരുന്നുണ്ട്, ആരെല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ മാത്രം നോക്കുന്നുണ്ട്, ആരെല്ലാം ക്രൂശിലേക്ക് നോക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവവേദലേ, നിന്റെ ജീവിത വസ്ത്രം അലക്കി തരുവാനാണ് യേശു ക്രൂശിൽ മരിച്ചത്. നിനക്ക് ദൈവരാജ്യത്തിന് അവകാശം തരുവാനാണ് യേശു ക്രൂശിൽ മരിച്ചത്. നിനക്ക് നിത്യജീവൻ്റെ അവകാശം തരുവാനാണ് യേശു ക്രൂശിൽ മരിച്ചത്. ഊനമില്ലാത്ത കുഞ്ഞാട് അറുക്കപ്പെട്ടത് നിന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്റെ ജീവിത വസ്ത്രം അലക്കി തരാൻ വേണ്ടിയിട്ടാണ്. ആരെല്ലാം ക്രൂശിൻ ചൂട്ടിലേക്ക് വരുന്നുണ്ട്, ആരെല്ലാം യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, യേശുവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവവേദലേ, നിന്നെ കഴുകുവാൻ ഈ യേശുവിൻ്റെ രക്തം മതിയായതാണ്. ആ രക്തം ഇപ്പോൾ നിന്നോട് സംസാരിക്കുകയാണ്. നിന്റെ ജീവിതം നീ ക്രൂശിൻ ചൂടിൽ സമർപ്പിക്കുക, യേശുവിനെ നീ വിളിക്കുക, യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുക. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് എഴുന്നള്ളി വരണമേ. നിന്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ജീവിത വസ്ത്രം ഒന്ന് കഴുകിത്തരണമേ. എൻ്റെ പേര് മാഞ്ഞുപോയ എൻ്റെ പേര് ആ ജീവൻ്റെ പുസ്തകത്തിൽ ഒരിക്കൽ കൂടി ഒന്ന് എഴുതി ചേർക്കണമേ കർത്താവേ. ഇനി എൻ്റെ ജീവിത വസ്ത്രത്തിൽ അഴുക്ക് പറ്റാതെ ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളാം. ആരെല്ലാം തീരുമാനം എടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തീരുമാനത്തിന്മേൽ യേശുക്രിസ്തുവിന്റെ തിരുരക്തം വന്ന് മുദ്രയിടുകയാണ് ഈ സമയം. ആരെല്ലാം ഹൃദയം തീരുമാനിക്കുന്നുണ്ട്, ഹൃദയം ദൈവസന്നിധിയിൽ താഴ്ത്തുന്നുണ്ട്, ഹൃദയം യേശുവിനെ തുറക്കുന്നുണ്ട്, ആരെല്ലാം തീരുമാനം എടുക്കുന്നുണ്ട്. യേശുവേ, ഇന്നു മുതൽ ഞങ്ങൾ ഇതാ ജീവിത വസ്ത്രത്തിൽ കറപറ്റാതെ, യേശുക്രിസ്തു ദുഃഖിക്കുന്നതൊന്നും വരാതെ, പിശാചിന് ഇടം കൊടുക്കാതെ ഞങ്ങൾ നിന്റെ വിശുദ്ധ ജനമായി ഇന്നു മുതൽ നിൽക്കുമെന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുന്നു. ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സ്നേഹത്തോടെ സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട മക്കളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിന്മേൽ അവിടുത്തെ അത്ഭുത കരം നീട്ടണമേ. അവിടുന്ന് പ്രവർത്തിക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.